Tadakuana രൂപപ്പെടുത്തിയിട്ടുള്ള ചിലറിൽ സിഗരറ്റ് വലിച്ചെടുക്കാതെ ഇതുമതി വലിയൊരു The characters shown in this film or program do not support the use of any type of tobacco products such as BD, cigarettes, candy, etc. in any manner. നമസ്കാരം, എൻ്റെ പേര് സാജിദ്, ഇത് ഗീതാനന്ദ്. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് ദുൽഖർ സൽമാൻ, BQ. ദുൽഖർ സൽമാൻ എന്ന് പറയുമ്പോൾ ദുൽഖർ സൽമാന്റെ പണ്ടത്തെ അഭിനയവും ഇപ്പത്തെ അഭിനയവും അദ്ദേഹത്തിന്റെ ശബ്ദമൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം പഴയ ദുൽഖർ സൽമാനും ഇപ്പത്തെ ദുൽഖർ സൽമാനും. ആദ്യം നമുക്ക് ചാർലിയിലത്തെ ദുൽഖർ സൽമാനെ നോക്കാം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചാർലീസ് ശബ്ദം. ഇനി കമ്മട്ടിപ്പാട് എന്ന സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ വരുമ്പോൾ ദുൽഖറിന്റെ ശബ്ദത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട്. കുത്തുകൊണ്ടൊരു വേദനയും ഒക്കെ കൂടിയ ശബ്ദത്തിൽ വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാം. കമ്മട്ടിപ്പാടുന്ന പിള്ളേര് പക്ഷെ തമ്മി കൂറും. പിന്നെ നിന്റെ എറണാകുളം സിറ്റി അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് കെട്ടിപ്പൊക്കിയതേ ശിവന്റെ കമ്പിയോടൊന്നല്ല, നല്ല കറുത്ത കട്ട പിടിച്ച ചോരണ്ട. എങ്ങനെയൊക്കെ ചോരണ്ട്, ചോരക്ക് ചോര വിളി കേൾക്കണ. അടുത്തത് വിനയ് ഫോർട്ട്. അതായത് നമ്മുടെ ജാവ. സിമ്പിൾ ജാവ വളരെ സിമ്പിളാണ്, ഭയങ്കര പവർഫുള്ളാണ് അല്ലേ? പിന്നെ സേഫ്, ജാവ വളരെ സേഫ് ആണ്. അഞ്ചലേക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം. നിന്റെയൊക്കെ കുത്തിക്കിഴപ്പിന് കാവലിരിക്കുന്നവരല്ല കേരള പോലീസ്. തോൽക്കാൻ ധൈര്യമുള്ള ചേച്ചി ജയിച്ചിട്ടോ ഒന്നും ഇന്നും. അടുത്തത് ബിന്ദു പണിക്കർ. ഏതാ ശോക? കോളേജ് പഠിക്കുമ്പോ ക്ലാസ്സിൽ ഫസ്റ്റ് റിസൾട്ട് വന്നപ്പോഴോ ഞാൻ തോറ്റു. അതെങ്ങനാ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. അടുത്തത് വിനായകൻ. ആശാന ഒരു മുട്ടൻ ടീമാണ്. അവരെന്നോർക്കും ഞാൻ എവിടെ പോണില്ല, ഞാൻ അവിടെ നിൽക്കണേ. അവരെന്നോർക്കും ഉറപ്പാണ്. അവര് മുട്ടൻ ടീമാണ് ആശാന. അടുത്തത് ശശി കലിംഗ. ശശി കലിംഗ എന്ന് പറഞ്ഞാൽ അധികം ആർക്കും തിരിച്ചറിയാൻ വഴിയില്ല. ഈയപ്പൻ. ഈ നാട്ടിൽ ആർക്കെങ്കിലും പൈസയുടെ ആവശ്യപ്പെട്ടാ ഓടി എന്റെ അടുത്ത് വരും. ഞാൻ ഈ തലമുറയുടെ കാവൽക്കാരനാ. ഈ ഷർട്ടോ ആ പച്ചക്കോളറി ചുമത്ത് മുത്തുവെച്ച പാർട്ടി പേരെടുക്കാനല്ലേ എന്നോട് പറഞ്ഞോളൂ. അടുത്തത് കാർഷിക മന്ത്രാലയത്തിന്റെ പഴയ പരസ്യം. കാർഷിക മന്ത്രാലയത്തിന്റെ, അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇറക്കണ എല്ലാ പരസ്യത്തിലും നമ്മുടെ പണ്ടേ ആകാശവാണിയിൽ ന്യൂസ് അയച്ചിരുന്ന അണ്ടോവൻ എന്ന ആളാണ് ഡബ് ചെയ്യാറ്. അപ്പൊ ആരുടെ ശബ്ദം വന്നാലും ആള് തന്നെയാണ് ഡബ് ചെയ്യുക. അപ്പൊ അത് നമുക്ക് നോക്കാം. ഈ ഇടയായി നിന്നെ വയലിലേക്ക് കാണുന്നതേ ഇല്ലല്ലോ രാജു. കാർഷിക മന്ത്രാലയത്തിന്റെ കർഷക ബന്ധു കാർഡ് വാങ്ങാൻ പോയതാണ് ഞാൻ. ഓഹോ, അങ്ങനെയോ? ഇതൊക്കെ വലിയ ചിലവുള്ള കാര്യമല്ലേ? ഗോപാല, ഇത് തികച്ചും സൗജന്യമാണ്. അടുത്തത് മോദി. അതായത് മോഡി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ 2-3 വട്ടം വന്നപ്പോഴൊക്കെ നമ്മുടെ സുരേന്ദ്രൻ തർജ്ജമ ചെയ്ത് തെറ്റിച്ചിരുന്നു. അപ്പൊ നമ്മുടെ ഉമ്മൻചാണ്ടിയാണ് MLA ആയിട്ട് വലിയ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനെ കേന്ദ്രമന്ത്രിയുടെ തർജ്ജമ ചെയ്യാനുള്ള ആളായിട്ട് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു തർജ്ജമ നടന്നാൽ അതെങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. നിങ്ങളുടെ ഏതൊരാവശ്യവും നമസ്കാർ സപ്ലൈകോ വഴി നടപ്പിലാക്കുന്നത്. എന്ന സ്ഥലത്ത് ആരോ ഒരാളെ വെട്ടി. അപ്പൊ നാളെ ഹർത്താല. കേരളത്തിലെ ആനപാലും കൊച്ചു കൊച്ചു പൂച്ചകളുമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളം ഒരു വച്ചന്റെ നാടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തുച്ഛത്തെ രാമാനുജൻ എഴുത്തച്ഛനാണ് അദ്ദേഹം ഈ അവസരത്തിൽ ഓർക്കുന്നത് എനിക്ക് തോന്നുന്നു.
കേരള में बहुत चरित्र देश है അപ്പൊ കേരളത്തിന്റെ എന്താ പറഞ്ഞ ചരിത ഈ പറഞ്ഞ വളരെ എനിക്ക് അറിയത്തുമില്ല, എനിക്ക് വാട്സാപ്പും ഇല്ല, ബ്ലൂടൂത്തും ഇല്ല. क्या बोलती तू സുഡ ആധിക കണ്ടാലോ ആരൊക്കെയോ കണ്ടതാണ് ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. അടുത്തത് ജനാർദ്ദനൻ. അടിച്ചൊടിക്കണ അവന്റെ കാല്. ഓ എന്റെ കാലല്ല അവന്റെ കാല്. നീ പൊട്ടപ്പനല്ലടാ. നന്ദി. താങ്ക് യു.